ഹലോ നാടറിയാം നമുക്കറിയാം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ പയർ കൂടുതലുണ്ടാകുന്നത് എങ്ങനെയാണെന്ന്, അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന്. ഒരു ചെടിയിൽ തന്നെ ഇഷ്ടംപോലെ പയറുണ്ടായിട്ടുണ്ട്. അതിൻ്റെ എളുപ്പവഴി എന്താണെന്ന് നോക്കാം. ഇത് തോരൻ വെച്ച നല്ല ടേസ്റ്റുള്ള പയറാട്ടോ. ഇത് കളറ് കാണാൻ ഭംഗിയുണ്ടാവില്ല എന്നുള്ളൂ. കളറ് തോരൻ വെക്കുമ്പോൾ ഒരു കറുപ്പടിക്കും. അത് ഇതിൻ്റെ സാധനം പച്ചനെക്കാട്ടി കൂടുതൽ നല്ലത് ഈ പയറാണ്. നമുക്ക് തോരൻ വെച്ച ടേസ്റ്റ് കൂടുതലും ഇത് തന്നെയാണ്, ചുവപ്പ് പയർ തന്നെയാണ്. പിന്നെ വള്ളികൾ ആ കുറ്റിപ്പയറും ഉണ്ട് ചുവപ്പ്, അത് ഞാൻ ഇപ്പോൾ മുളപ്പിച്ച് വലുതാവുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഇത് വള്ളി ആയതുകൊണ്ടാണ്, ഈ വള്ളിയാകുമ്പോഴാണ് ഈ കൂടുതൽ കായ കിട്ടും. കുറ്റിപ്പയറിനെക്കാട്ടി കൂടുതൽ വള്ളിയിലാണ് കിട്ടുക. വള്ളികൾ വീശാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കായ ഉണ്ടായിട്ടുണ്ട് കണ്ടോ. എല്ലാം ഇപ്പോൾ നിരത്തി നിറയെ ഇപ്പോൾ ഒരു കിലോൻ്റെ കായൊക്കെ ഉണ്ട്. ഞാൻ ഡെയിലി ഓരോ കിലോ പയർ പറിക്കും. ഇതിലൊക്കെ കമ്പിളിപ്പുഴുവിൻ്റെ നല്ലപോലെ ശല്യം ഉണ്ടാവും. അതുകൊണ്ട് ഒന്നരടെയെങ്കിലും നമ്മൾ ഇല പൊന്തിച്ച് നോക്കുക കമ്പിളിപ്പുഴു ഉണ്ടോയെന്നോ. പിന്നെ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ പഴുത്ത ഇല കളയുക. പിന്നെ ഇലകൾ നിർത്തുമ്പോൾ ഇതേപോലെ ഒരു ഇല നടുവിലത്തെ ഒരു ഇല നുള്ളിക്കളയുക. 2 ഇല മതി പയറിന് അധികം ഇലയൊന്നും വേണ്ട. ഇലകളാണ് ഈ വളമൊക്കെ വലിച്ചെടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പയറിന് ഇല വേണ്ടാന്ന്. നമ്മൾക്ക് ഇതേപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പയറൊക്കെ കിട്ടും. പിന്നൊരു കാര്യം ചെയ്യാനുണ്ട്. നമ്മൾ പയറൊക്കെ പറിച്ച് കഴിഞ്ഞ ശേഷം വെണ്ണീര് നല്ലപോലെ വേറി കൊടുക്കുക. വെണ്ണീര് എന്ന് പറഞ്ഞാൽ ചിലർ ചാമ്പൽ എന്ന് പറയും. അത് നല്ലപോലെ വേറി കൊടുക്കുക. ഇലേൻ്റെ മേലെയും അടിയിലും ഒക്കെ. എന്നാൽ ചെറിയ ചെടിപ്പേൻ എന്ന് പറഞ്ഞൊരു പ്രാണിയുണ്ട്, ചെറിയ പ്രാണിയാണ്, അത് പോയി കിട്ടും. പിന്നെയുള്ളൊരു കാര്യം, പുളിച്ച കഞ്ഞിവെള്ളം അരക്കപ്പ് എടുത്താൽ അതിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും ചെടീൻ്റെ മേലെ കൂടെ ഒഴിച്ച് കൊടുക്കുക, എന്നാലും പോകും. പിന്നെ കയ്യിൽ നിന്ന് പരമാവധി നമ്മൾ വേറെ മരുന്നൊന്നും ഒഴിക്കാണ്ട് നോക്കുക. പിന്നെ ഒരു കാര്യം ചെയ്യാറുണ്ട്, ചെടീൻ്റെ ചുവട്ടിൽ കഞ്ഞിവെള്ളം പുളിച്ച് തന്നെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഡെയിലിയുള്ള ദിവസം നമ്മൾ ചോറിനെടുത്ത് കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ വാർത്ത് വെച്ച്, വെറുതെ തൊടിയിൽ മറിച്ച് കളയുന്നത് നമ്മൾ ചെടീൻ്റെ ചുവട്ട് കൊടുത്താൽ നല്ല പുളിച്ച് ഒരു ദിവസം കഴിയണം കേട്ടോ. എന്നിട്ട് അതും ഒഴിച്ചു കൊടുത്താലും ചെടിക്ക് വേറെ ഒരു വളം വേണ്ട, നല്ല പോലെ ചെടി ഉഷാറായിക്കോളും. പിന്നെ കായ ഉണ്ടാവാനും അതെ. പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ആ പഴുത്ത ഇലയൊക്കെ ഒന്ന് നുള്ളിക്കളയുക. ഡെയിലി നമ്മൾ ഒന്ന്, അതിനാണ് മട്ടുപ്പാവിൽ കൃഷി ചെയ്താൽ നല്ല പോലെ മെച്ചപ്പെടുന്നത്. നമുക്ക് ഡെയിലി വന്ന് നോക്കാം. അന്നേരം നല്ല പോലെ കൃഷി ചെയ്യാനൊക്കെ എളുപ്പമാണ് മട്ടുപ്പാവിൽ കൃഷി ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് എല്ലാവരും മട്ടുപ്പാവിൽ കൃഷി ചെയ്യാൻ നോക്കുക. ഉള്ള സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുക. പിന്നെ ഡെയിലി കമ്പിളിപ്പുഴുവൊക്കെ ഉണ്ടെങ്കിൽ നോക്കണം. പയറിലൊക്കെ വേഗം കമ്പിളിപ്പുഴുവും ഈ പ്രാണികളൊക്കെ വരും. അന്നേരം ആ ഇലകളൊക്കെ ഒന്ന് നുള്ളിക്കളയുക. പിന്നെ വിത്തിന് വെക്കുമ്പോൾ നമ്മൾ 2 എണ്ണം വിത്തിന് വെക്കുക. എന്നിട്ട് അത് പയർ പറിച്ച് കഴിയാനാകുമ്പോൾ മാത്രമേ വിത്തിന് വെക്കാൻ പാടുള്ളൂ, മുന്നേ വെക്കാൻ പാടില്ല. പയറൊക്കെ ഉണ്ടായി ലാസ്റ്റ് വിത്തിന് വെക്കാൻ പാടുള്ളൂ. പിന്നെ അത് ചുവപ്പ് പയർ നമുക്ക് അധികമൊന്നും കിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ എല്ലാവരും നടാൻ നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ചെയ്യുക, ഷെയർ ചെയ്യുക.